ജില്ലയിൽ താപനില ഉയരുന്നു. തൃശൂർ ഉൾപ്പെടെ 6 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഇത്തവണ കുടിവെള്ളക്ഷാമം രൂക്ഷമായേക്കും. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ അവശേഷിക്കുന്ന പ്രവൃത്തികൾ ഇനിയും പൂർത്തിയാക്കാനായില്ല. ഫെബ്രുവരി 20-നകം പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കമ്പനി ഉടമ KD പ്രതാപൻ EDക്ക് മുന്നിൽ ഹാജരായി. മണി ചെയിൻ തട്ടിപ്പിലൂടെ 1500 കോടിയിൽ പരം രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് ഹാജരായത്. സർക്കാർ 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം പട്ടയങ്ങൾ നൽകിയതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ. അർഹതപ്പെട്ടവരെ അവഗണിച്ച് നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ പട്ടയമേളകൾ പ്രഹസനമാണെന്ന് വെൽഫെയർ പാർട്ടി. ഓൺലൈനിൽ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡിവൈസുകളിലെ വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭ്യമായേക്കുമെന്ന് മുന്നറിയിപ്പ്. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ഉൾപ്പെടെ 6 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. തൃശൂർ, എറണാകുളം, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലാണ് മുന്നറിയിപ്പ്. ചൊവ്വാഴ്ച 2 മുതൽ 4 ഡിഗ്രി വരെ ചൂട് ഉയർന്നേക്കാം. 37 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് ഉയരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഞായറാഴ്ച വിലങ്ങൻകുന്നിൽ രേഖപ്പെടുത്തിയത് 39.2 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ്. വരും ദിവസങ്ങളിൽ ചൂട് കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ഇത്തവണ കുടിവെള്ളക്ഷാമം രൂക്ഷമായേക്കും. ഫെബ്രുവരി പകുതി പിന്നിട്ടതോടെ തന്നെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ ജലക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങി. ജലാശയങ്ങൾ നേരത്തെ വറ്റുന്നതും ആശങ്കയാകുന്നുണ്ട്. ഇതോടൊപ്പം ഭൂഗർഭ ജലനിരപ്പ് താഴുന്നതും ഭീഷണിയാണ്. സംസ്ഥാനത്ത് ഭൂഗർഭ ജലനിരപ്പിൽ വലിയ തോതിൽ കുറവുണ്ടായ 5 ജില്ലകളിൽ ഒന്നാണ് തൃശൂർ. തുടർച്ചയായി വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ കടുത്ത ജലക്ഷാമമാണ് നേരിടേണ്ടി വരിക. ഒറ്റപ്പെട്ട് പെയ്യുന്ന വേനൽമഴ അന്തരീക്ഷത്തിലെ ഈർപ്പം കൂടാൻ ഇടയാക്കുകയും താപനില ഉയർന്നതായി അനുഭവപ്പെടാനും കാരണമാകും. ഇതേസമയം കാലാവസ്ഥയിലെ മാറ്റം കൃഷിയെയും ബാധിച്ചിട്ടുണ്ട്. നെല്ലുൾപ്പെടെയുള്ള കൃഷി ഇറക്കുന്നവർക്ക് കാലാവസ്ഥയിലെ മാറ്റം ആഘാതമാവുകയാണ്. ഗുരുവായൂരിൽ റെയിൽവേ മേൽപ്പാലത്തിന്റെ അവശേഷിക്കുന്ന പ്രവൃത്തികൾ ഇനിയും തീർക്കാനായില്ല. ഫെബ്രുവരി 20-നകം പ്രവൃത്തികൾ തീർക്കുമെന്നാണ് NK അക്ബർ MLAയുടെ അധ്യക്ഷതയിൽ ചേർന്ന അവലോകന യോഗത്തിൽ തീരുമാനിച്ചിരുന്നത്. കാന നിർമ്മാണം, ടൈലിംഗ് എന്നിവയാണ് പ്രധാനമായും തീർക്കാനുള്ളത്. മേൽപ്പാലത്തിന്റെ അടിഭാഗത്ത് ഓപ്പൺ ജിം, പാർക്കിംഗ്, സൗന്ദര്യവൽക്കരണം എന്നിവയും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇത് നടപ്പാക്കുന്നതിനുള്ള എസ്റ്റിമേറ്റ് സമർപ്പിക്കുന്നതിൽ വീഴ്ചയുണ്ടായി. പാലം തുറന്നുകൊടുത്ത് ഏറെ നാൾ കഴിഞ്ഞിട്ടും അവശേഷിക്കുന്ന പ്രവൃത്തികൾ പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കമ്പനി ഉടമ KD പ്രതാപൻ EDക്ക് മുന്നിൽ ഹാജരായി. മണി ചെയിൻ തട്ടിപ്പിലൂടെ 1500 കോടിയിൽ പരം രൂപ തട്ടിയെടുത്തുവെന്നാണ് കേസ്. പ്രതികൾക്ക് കീഴടങ്ങിക്കൂടെയെന്ന് ഏതാനും ദിവസം മുൻപ് കോടതി ചോദിച്ചിരുന്നു. ED ഉദ്യോഗസ്ഥർ തൃശൂരിലെ വീട്ടിൽ റെയ്ഡിനെത്തുന്ന വിവരം അറിഞ്ഞാണ് കമ്പനി ഉടമകളായ പ്രതാപൻ, ഭാര്യ ശ്രീന എന്നിവർ ഒളിവിൽ പോയത്. ഇരുവരും സ്ഥിരം സാമ്പത്തിക കുറ്റവാളികളാണെന്ന് ED വിചാരണ കോടതിയിൽ ബോധിപ്പിച്ചിരുന്നു. സംസ്ഥാന പട്ടയമേള വ്യാഴാഴ്ച തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സർക്കാർ 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം പട്ടയമാണ് വിതരണം ചെയ്തത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അതാത് ജില്ലകളിലെ പട്ടയങ്ങൾ മന്ത്രിമാർ വിതരണം ചെയ്യും. മലയോര തീരദേശ കോളനി പട്ടയങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണ് പട്ടയ മിഷന്റെ പ്രവർത്തനം മുന്നോട്ടു പോകുന്നത്. ഭൂരഹിതർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ഭൂമി കണ്ടെത്തുക എന്നതാണ് സർക്കാരിന്റെ മറ്റൊരു ലക്ഷ്യം. സംസ്ഥാനത്തുള്ള 1300-ലേറെ മിച്ചഭൂമി കേസുകൾ തീർപ്പാക്കിയാൽ ഭൂരഹിതർക്ക് വിതരണം ചെയ്യുന്നതിനുള്ള ഭൂമി കണ്ടെത്താനാകും. ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ മലയോര മേഖലയിലെ അർഹരായ മുഴുവൻ കർഷകർക്കും പട്ടയം നൽകുക എന്നുള്ളതാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അർഹതപ്പെട്ടവരെ അവഗണിച്ച് നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ പട്ടയമേളകൾ പ്രഹസനമാണെന്ന് വെൽഫെയർ പാർട്ടി ആരോപിച്ചു. പതിറ്റാണ്ടുകൾ മുൻപ് വനഭൂമി പട്ടയത്തിന് അപേക്ഷകൾ കൊടുക്കുകയും പട്ടയം ലഭിക്കുന്നതിന് ഓഫീസുകൾ കയറിയിറങ്ങുകയും ചെയ്യുന്ന നിരവധി കുടുംബങ്ങൾ ജില്ലയിലുണ്ട്. എന്നാൽ യഥാർത്ഥ അവകാശികളായ ഇത്തരക്കാരെ അവഗണിച്ച് മന്ത്രിമാരുടെയും MLAമാരുടെയും ഇഷ്ടക്കാരെ മാത്രം പരിഗണിച്ചാണ് സർക്കാർ പട്ടയങ്ങൾ അനുവദിക്കുന്നതെന്ന് വെൽഫെയർ പാർട്ടിയുടെ ജില്ലാ ഭൂസമര സമിതി നേതാക്കൾ തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു.
പഴയന്നൂർ നരിക്കുണ്ട് പ്രദേശത്ത് 30ഓളം കുടുംബങ്ങളാണ് വർഷങ്ങളായി അവഗണന നേരിടുന്നത്. ഇവർക്ക് 4 സെന്റ് ഭൂമി നൽകാതിരിക്കുമ്പോൾ റവന്യൂ മന്ത്രിയുടെ മണ്ഡലത്തിൽ 1.5-3 ഏക്കർ ഉള്ളവർക്ക് പോലും പട്ടയം അനുവദിച്ച് നൽകുകയാണ്. ഇത് പ്രതിഷേധാർഹമാണ്. ഈ സാഹചര്യത്തിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഭൂസമരസമിതി നേതാക്കളായ കെ ഷാജഹാൻ, സരസ്വതി വലപ്പാട്, റക്കീബ് തറയിൽ, ഷാജഹാൻ എളനാട്, KB സുരേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഓൺലൈനിൽ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. സ്വകാര്യ വിവരങ്ങൾ ചോർത്തി സൈബർ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ സജീവമാണ്. സമീപനാളുകളിൽ കണ്ടെത്തിയ നിരവധി തട്ടിപ്പുകൾ ഓൺലൈനിൽ നിന്ന് സ്വകാര്യ വിവരങ്ങൾ ചോർത്തിയാണെന്ന് കണ്ടെത്തിയിരുന്നു. സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്ന വിവരങ്ങളുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണം. വ്യക്തിഗത വിവരങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നവർ നിരവധിയാണ്. ഫോട്ടോ എഡിറ്റിംഗ് ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിൽ പോലും ജാഗ്രത വേണം. ഇത്തരം ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡിവൈസുകളിലെ വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭ്യമായേക്കും. ക്യാമറ ആക്സസ്, കോൺടാക്റ്റ്, ഗാലറി, ലൊക്കേഷൻ എന്നിവയ്ക്ക് ആക്സസ് നൽകുന്നത് സ്വകാര്യ വിവരങ്ങൾ ചോരുന്നതിന് ഇടയാക്കും. 3 ദിവസങ്ങളിലായി സാംസ്കാരിക നഗരിയിൽ അരങ്ങേറിയ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം വർണ്ണപ്പകിട്ടിന് തിരശ്ശീല വീണു. ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ സർഗാവിഷ്കാരങ്ങളുടെ സംഗമവേദിയായി മാറിയ വർണ്ണപ്പകിട്ട് അക്ഷരാർത്ഥത്തിൽ കലാചാരിത പകരുന്നതായി. ടൗൺഹാൾ വേദി സമാപന ദിനവും കലാവതരണങ്ങളാൽ സമ്പന്നമായി. ട്രാൻസ് മൊഞ്ചത്തിക്കൂട്ടത്തിന്റെ ഒപ്പന, ചടുല ചുവടുകളുമായി ആവേശം നിറച്ച സിനിമാറ്റിക് ഡാൻസ്, ശരീര സൗന്ദര്യ പ്രദർശനം. ട്രാൻസ്ജെൻസും ട്രാൻസ് വുമൻസും അണിനിരുന്ന ഫാഷൻ ഷോ ഏറെ ശ്രദ്ധേയമായി. തുടർന്ന് നടന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടതുണ്ട്. സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ലിംഗനീതിയും ലിംഗസമത്വവും അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന വിഭാഗം എന്ന നിലയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എല്ലാ അർത്ഥത്തിലും പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട്. ഇത്തരം വ്യക്തികളോട് സമൂഹത്തിനുള്ള അവഗണനയും അവർ അനുഭവിക്കുന്ന ഉൾവലിയലും ഇല്ലാതാക്കാൻ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ ആവശ്യമാണ്. വിജയികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA, ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ, ഡെപ്യൂട്ടി മേയർ ML റോസി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ KT അഷ്റഫ്, ട്രാൻസ്ജെൻഡർ കവി വിജയരാജ മല്ലിക തുടങ്ങിയവർ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിനിടയിൽ ട്രാൻസ്ജെൻഡർ അംഗങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് വർണ്ണപ്പകിട്ടിന്റെ സമാപനത്തിന്റെ ശോഭ കെടുത്തി. മന്ത്രിമാരുടെ പ്രസംഗത്തിനിടയിൽ വേദിക്ക് മുന്നിലും പിന്നീട് ഹാളിന് പുറത്തും ഏറ്റുമുട്ടൽ തുടർന്നതോടെ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. TCV തൃശൂർ. എരുമപ്പെട്ടിയിൽ പൊട്ടിവീണ വൈദ്യുതി കേബിൾ കഴുത്തിൽ കുരുങ്ങി വീണ് ബൈക്ക് യാത്രികന് ഗുരുതര പരിക്ക്. തയ്യൂർ പൂക്കുന്നത്ത് വീട്ടിൽ അൻസാറിനാണ് പരിക്കേറ്റത്. എരുമപ്പെട്ടി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ബൈക്കിൽ വരികയായിരുന്ന അൻസാറിന്റെ കഴുത്തിൽ പൊട്ടിവീണ ഇലക്ട്രിക് വയർ കുരുങ്ങിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ബൈക്ക് മറിയുകയായിരുന്നു. അൻസാർ സഞ്ചരിച്ചിരുന്ന ബൈക്ക് വരുന്നതിന് തൊട്ടു മുൻപ് വലിയ ടോറസ് ലോറി ഇതുവഴി കടന്നുപോയതായും 5 സർവീസ് വയറുകൾ പൊട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് KSEB ഉദ്യോഗസ്ഥർ പറയുന്നു. പൊട്ടിയ ഇലക്ട്രിക് വയറുകൾ പുനഃസ്ഥാപിച്ചു. ഗുരുതരമായി പരിക്കേറ്റ അൻസാറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അൻസാറിന്റെ വാരിയെല്ല് പൊട്ടിയിട്ടുണ്ട്. ചാലക്കുടി മേലൂരിൽ ഫർണിച്ചർ നിർമ്മാണ കേന്ദ്രത്തിൽ അഗ്നിബാധ. ലക്ഷങ്ങളുടെ നഷ്ടം. മേലൂർ നടത്തുരുത്ത് റോഡിൽ സെന്റ് തോമസ് ആശുപത്രിക്ക് സമീപം നെല്ലിക്കുളം വുഡ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനത്തിലാണ് തിങ്കളാഴ്ച പുലർച്ചെ 3:30 തീപിടുത്തമുണ്ടായത്. 2 മുറികളിലെ സാധന സാമഗ്രികളും നിർമ്മാണ യന്ത്രങ്ങളും കെട്ടിടത്തിന്റെ മേൽക്കൂരയുടെ ഷീറ്റുകളും കത്തി നശിച്ചു. 3 അഗ്നിശമന യൂണിറ്റുകളാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അഗ്നിബാധയുടെ കാരണം അറിവായിട്ടില്ല.
മുല്ലശ്ശേരി പഞ്ചായത്തിലെ ഊരകത്ത് ഭാരത് അരി വിൽപ്പന നടത്താനുള്ള ശ്രമം പാവറട്ടി പോലീസ് തടഞ്ഞു. പരാതിയെ തുടർന്ന് പാവറട്ടി CI R രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസാണ് അരി വിൽപ്പന തടഞ്ഞത്. ഇത് BJP പ്രവർത്തകരും പോലീസും തമ്മിൽ തർക്കത്തിനിടയാക്കി. പഞ്ചായത്ത് 7-ാം വാർഡിൽ ഊരകത്ത് അടുത്ത വ്യാഴാഴ്ച ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പഞ്ചായത്ത് അംഗമായിരുന്ന കോൺഗ്രസിലെ മോഹനൻ വാഴപ്പള്ളി മരണപ്പെട്ടതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. ഉപതെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് അരി വിൽപ്പന തടഞ്ഞതെന്ന് പോലീസ് വ്യക്തമാക്കി. വള്ളിവട്ടം ബ്രാലത്ത് പട്ടിക കൊണ്ട് മകനെ അടിച്ചു കൊലപ്പെടുത്തിയ പിതാവ് അറസ്റ്റിൽ. ആലപ്പുഴ വീട്ടിൽ ബാബുവിനെയാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ബാബുവിന്റെ മകൻ 39 വയസ്സുള്ള ബൈജുവാണ് മരിച്ചത്. ഈ മാസം 10-നാണ് സംഭവം. മദ്യപിച്ചെത്തിയ ബൈജുവും ബാബുവും തമ്മിൽ തർക്കത്തിലാവുകയും ബാബു മകനെ പട്ടിക കൊണ്ട് തലയ്ക്കടിക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പരിക്കേറ്റ ബൈജുവിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കൊടകര കൊപ്രക്കളത്ത് കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. ആനത്തടം സ്വദേശി മരുട്ടിക്കൽ 58 വയസ്സുള്ള ഹരിയാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട കാർ ഇടിച്ച് ബൈക്ക് യാത്രക്കാരനായ മാള സ്വദേശി റോയിക്കും പരിക്കേറ്റു. ഇയാളെ ചാലക്കുടിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു അപകടം. ചാലക്കുടി കൂടപ്പുഴയിൽ ഭാര്യയുടെ ദേഹത്ത് ഭർത്താവ് തിന്നറൊഴിച്ച് തീ കൊളുത്തി. ദേഹമാസകലം പൊള്ളലേറ്റ മാഞ്ഞൂരാൻ ലിൻസിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഭർത്താവ് ബൈജു ഒളിവിലാണ്. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. കുടുംബ കലഹമാണ് കാരണമെന്ന് പോലീസ് പറഞ്ഞു. ലഭ്യത കുറഞ്ഞതിനെ തുടർന്ന് മീനിന് വിലയേറി. അഴീക്കോട് കേന്ദ്രീകരിച്ചുള്ള ജില്ലയിലെ മത്സ്യബന്ധന മേഖലയിൽ തൊഴിലില്ലായ്മ പിടിമുറുക്കുകയാണ്. കഴിഞ്ഞ ഏതാനും നാളുകളായി ചാള ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളുടെ ലഭ്യത വൻതോതിൽ കുറഞ്ഞിട്ടുണ്ട്. പലയിനം മത്സ്യങ്ങളും കിട്ടാനാകാത്ത അവസ്ഥയാണ്. കടലിൽ മത്സ്യക്ഷാമം രൂക്ഷമാണെന്ന് തൊഴിലാളികൾ പറയുന്നു. അഴീക്കോട് മേഖലയിൽ നിന്ന് മത്സ്യബന്ധനം നടത്തുന്ന യന്ത്രവൽകൃത ബോട്ടുകളിൽ 3-1 മാത്രമാണ് ഇപ്പോൾ കടലിൽ ഇറങ്ങുന്നത്. ഇന്ധന ചെലവ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ഒട്ടുമിക്ക ബോട്ടുകളും വിശ്രമത്തിലാണ്. പരമ്പരാഗത മത്സ്യബന്ധന യാനങ്ങളുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. കടലിൽ വറുതിയായതോടെ മത്സ്യത്തിന് വിലയേറുകയാണ്. മുൻ നാളുകളെ അപേക്ഷിച്ച് ഇരട്ടി വിലയാണ് മത്സ്യത്തിന്. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ കലശച്ചടങ്ങുകളിൽ പ്രധാനമായ തത്വകലശ അഭിഷേകം നടന്നു. ബ്രഹ്മകലശ അഭിഷേകത്തോടെ 8 ദിവസമായി നടക്കുന്ന കലശച്ചടങ്ങുകൾ സമാപിക്കും. തന്ത്രി ചേന്നാസ് സതീശൻ നമ്പൂതിരിപ്പാട് തത്വകലശാഭിഷേകവും ഉച്ചപൂജയും നിർവഹിച്ചു. തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് തത്വകലശ പൂജ നടത്തി. തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ശ്രീകാന്ത് നമ്പൂതിരിപ്പാട് എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. സഹസ്ര കലശത്തിന് മുന്നോടിയായി 975 വെള്ളിക്കുംഭങ്ങളിലും 26 സ്വർണ്ണക്കുംഭങ്ങളിലും കലശദ്രവ്യങ്ങളും ജലവും നിറച്ച് പൂജ നടത്തി. തുടർന്ന് സഹസ്ര കലശത്തിന് ഗുരുവായൂരപ്പനോട് അനുവാദം ചോദിക്കുന്ന അനുജ്ഞാ ചടങ്ങും നടന്നു. TN പ്രതാപൻ MP-യെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനെ കോൺഗ്രസ് ചെറുക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ. സ്നേഹസൗഹാർദ്ദങ്ങളുടെ നല്ല നാളുകളെ തിരിച്ചുകൊണ്ടുവരുവാൻ TN പ്രതാപൻ MP നയിക്കുന്ന വെറുപ്പിനെതിരെ സ്നേഹ സന്ദേശയാത്രയെന്ന പദയാത്രയെക്കുറിച്ച് വിശദീകരിക്കാൻ തൃശൂർ രാമനിലയത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജോസ് വള്ളൂർ. ഈ മാസം 20 മുതൽ മാർച്ച് 5 വരെയായാണ് തൃശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ സ്നേഹ സന്ദേശയാത്ര സംഘടിപ്പിക്കുന്നത്. 20-ന് ഉച്ചതിരിഞ്ഞ് 3-ന് വടക്കേക്കാട് വെച്ച് AICC വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല സ്നേഹ സന്ദേശയാത്ര ഉദ്ഘാടനം ചെയ്യും. 7 നിയോജക മണ്ഡലങ്ങളിലൂടെ 300 കിലോമീറ്റർ ദൂരം 100 സ്ഥിരാംഗങ്ങൾ ഉൾപ്പെടുന്ന പദയാത്ര പ്രയാണം തുടർന്ന് മാർച്ച് 5-ന് പുതുക്കാട് സമാപിക്കും. സ്നേഹ സന്ദേശയാത്രയിലെ സന്ദേശഗാനങ്ങൾ സംവിധായകൻ സത്യൻ അന്തിക്കാട് പുറത്തിറക്കിയതായി TN പ്രതാപൻ MP അറിയിച്ചു. പാലയൂർ സെന്റ് തോമസ് പള്ളി, തൃശൂർ പുത്തൻപള്ളി എന്നിവയുൾപ്പെടെയുള്ള ന്യൂനപക്ഷ ആരാധനാലയങ്ങൾക്ക് നേരെ കയ്യേറ്റ ആരോപണങ്ങൾ ഉന്നയിച്ച് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ നടത്തുന്ന സംഘപരിവാർ ശ്രമങ്ങളെ കോൺഗ്രസ് ചെറുത്തു തോൽപ്പിക്കുമെന്ന് TN പ്രതാപൻ MP പറഞ്ഞു. സാംസ്കാരിക തലസ്ഥാനമായ ഇന്ത്യയിലെ ലോകത്തിലെ വിശ്വമതങ്ങൾക്ക് പരവതാനി വിരിച്ചു കൊടുത്ത ക്രൈസ്തവ ഇസ്ലാം മതങ്ങൾക്കെല്ലാം ആദ്യമായി കാലുകുത്താൻ അവസരമുണ്ടാക്കി അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത ലോകത്തിന് തന്നെ സഹിഷ്ണുതയുടെയും സഹവർത്തിത്വത്തിൻ്റെയും മാതൃകയെന്ന് പറയുന്ന നമ്മുടെ സ്വന്തം തൃശ്ശൂരിലേക്ക് ഈ ഭീകര ഫാസിസ്റ്റ് ശക്തികൾ പുതിയ നുഴഞ്ഞുകയറ്റം നടത്തുന്നത് കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരാധനാലയങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ, അവ പൊളിച്ചു മാറ്റൽ, മണിപ്പൂരിൽ വംശീയ ഹത്യ നടത്തൽ, ഇത്തരത്തിലുള്ള ഭീകരമായ ഒരു ഫാസിസം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നുള്ളത്, അതിനെതിരെ എല്ലാ പുരോഗമന ജനാധിപത്യ ശക്തികളും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് കടുത്ത ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഒരു കാലത്താണ്. UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്,
DCC മുൻ പ്രസിഡന്റ് ഒ അബ്ദുറഹ്മാൻ കുട്ടി, സ്നേഹസന്ദേശയാത്ര കോഓർഡിനേറ്റർ അനിൽ അക്കര, ജോസഫ് ചാലിശ്ശേരി, CC ശ്രീകുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. വെറുപ്പിന്റെ കമ്പോളത്തിൽ സ്നേഹത്തിന്റെ ചായക്കട തുറന്ന് കോൺഗ്രസ് ജില്ലാ നേതൃത്വം. TN പ്രതാപൻ MP-യുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുന്ന സ്നേഹ സന്ദേശയാത്രയുടെ ഭാഗമായാണ് സഞ്ചരിക്കുന്ന ചായക്കട തുറന്നത്. 2 രൂപ നിരക്കിൽ ചായ, പരിപ്പുവട, പപ്പടവട തുടങ്ങിയവ സ്നേഹത്തിന്റെ ചായക്കടയിൽ നിന്ന് ആർക്കും വാങ്ങാം. വാഹനത്തിലാണ് ചായക്കട മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. തിങ്കളാഴ്ച വൈകുന്നേരം തെക്കേ ഗോപുരനടയിൽ നടന്ന ചടങ്ങിൽ സാഹിത്യകാരി സാറ ജോസഫ് സ്നേഹത്തിന്റെ ചായക്കട ഉദ്ഘാടനം ചെയ്തു. DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ അധ്യക്ഷനായിരുന്നു. TN പ്രതാപൻ MP, സാഹിത്യ നിരൂപകൻ ഡോക്ടർ PV കൃഷ്ണൻ നായർ, സ്നേഹ സന്ദേശയാത്രാ കോർഡിനേറ്റർ അനിൽ അക്കര, UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്, UDF മുൻ ജില്ലാ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ചായക്കടകളിലൂടെ സജീവതയാർന്ന് കരുത്താർജിച്ച കേരളത്തിന്റെ മാനവികതയും മതേതര മനസ്സും പുതുതലമുറയ്ക്ക് അനുഭവവേദ്യമാക്കുക എന്ന ലക്ഷ്യവുമായി പൊതു തെരഞ്ഞെടുപ്പ് കഴിയും വരെ സ്നേഹക്കട തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലൂടെ പ്രയാണം തുടരും. തൃശൂർ പടിഞ്ഞാറേക്കോട്ടയിൽ സ്വകാര്യ ബസ്സിടിച്ച് മധ്യവയസ്കന് ഗുരുതരമായി പരിക്കേറ്റു. വെസ്റ്റ്മോട്ട് ആശുപത്രിക്ക് മുന്നിലായിരുന്നു അപകടം. തൃശൂർ ചന്ദ്രാപ്പിന്നി റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് ആന്റണീസ് ബസ്സാണ് റോഡ് മുറിച്ചു കടക്കുകയായിരുന്ന വയോധികനെ ഇടിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടു. വൈദ്യുതി ഉൽപ്പാദനത്തിന്റെ ചിലവിന് ആനുപാതികമായി വില വർദ്ധിപ്പിക്കാനുള്ള അവകാശം സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകിയ കേന്ദ്ര സർക്കാർ നയം തെറ്റാണെന്ന് മുൻ MP ഡോക്ടർ PK ബിജു പറഞ്ഞു. ഉൽപ്പാദന ചെലവ് പെരുപ്പിച്ചുകാട്ടി കൊള്ള ലാഭമെടുക്കാൻ കോർപ്പറേറ്റുകൾക്ക് ഇത് അവസരം നൽകുമെന്ന് ബിജു ആരോപിച്ചു. KSEB ഓഫീസേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ് അരുണാട്ടുകര തൊപ്പിൻമൂലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു PK ബിജു. KSEB ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി P ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. KGOA ജില്ലാ സെക്രട്ടറി ഡോക്ടർ KD സുരേഷ്, KSEB OA ജില്ലാ പ്രസിഡന്റ് AC ശാരദാദേവി, KV ജോസ്, MA ഷാജു തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്കിൽ നിന്ന് വായ്പയെടുത്തവർ അത് തിരിച്ചടയ്ക്കാൻ ബാധ്യസ്ഥരാണെങ്കിലും കോവിഡും പ്രളയവും കാരണം ഉപജീവനമാർഗം ഇല്ലാതായ വ്യക്തിക്ക് മാനുഷിക പരിഗണന നൽകണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംസ്ഥാന സഹകരണ ബാങ്ക് കോടാലി ശാഖാ മാനേജർക്കാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി നിർദ്ദേശം നൽകിയത്. കോടാലി സ്വദേശി ഷാജു സമർപ്പിച്ച പരാതി തീർപ്പാക്കിക്കൊണ്ടാണ് ഉത്തരവ്. പരാതിക്കാരന്റെ ആകെ ഉപജീവനമാർഗമായ ഹോട്ടൽ അടച്ചുപൂട്ടേണ്ടി വന്നത് കാരണമാണ് വായ്പ അടയ്ക്കാൻ കഴിയാത്തതെന്ന കാര്യം ബാങ്ക് പരിഗണിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്തെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി ഗുരുവായൂർ നഗരസഭ ഏറ്റുവാങ്ങി. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാണ് പുരസ്കാരം ഏറ്റുവാങ്ങിയത്. 50 ലക്ഷം രൂപയും ട്രോഫിയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തൃപ്രയാർ ഇരിങ്ങാലക്കുട റൂട്ടിൽ സർവീസ് നടത്തുന്ന സ്വകാര്യ ബസിന്റെ സമയക്രമം തെറ്റായി നിശ്ചയിച്ച് നൽകിയത് തിരുത്തി നൽകണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമ തൃശൂർ RTO ഓഫീസിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. കൊടുങ്ങല്ലൂർ എടത്തിരുത്തി സ്വദേശി കാട്ടിക്കുളം വീട്ടിൽ KP മോഹനനാണ് ബസിന്റെ സമയക്രമത്തിലെ പിഴവ് തിരുത്തി നൽകണമെന്നാവശ്യപ്പെട്ട് കുത്തിയിരിപ്പ് സമരം നടത്തിയത്. തൃപ്രയാറിൽ നിന്ന് രാവിലെ 10-ന് പുറപ്പെടേണ്ട ബസ് 9:50 എന്ന് തെറ്റായി സമയം നിശ്ചയിച്ചു നൽകിയ പിഴവാണ് കുത്തിയിരിപ്പ് സമരത്തിന് കാരണം. കഴിഞ്ഞ 13 വർഷമായി ഇയാൾ സമയത്തിലെ പിഴവ് തിരുത്തണമെന്നാവശ്യപ്പെട്ട് RTO ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട്. ഇതിനിടയിൽ മോഹനൻ മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയിരുന്നു. 13 വർഷം മുൻപുണ്ടായ പിഴവ് തിരുത്തി നൽകാത്തത് തികഞ്ഞ അനാസ്ഥയാണെന്നും 1 മാസത്തിനുള്ളിൽ പരിഹാരം കാണണമെന്നും മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടുവെങ്കിലും ഇനിയും പരിഹാരമായിട്ടില്ല. സമയക്രമം തിരുത്തി നൽകാൻ താൻ അപേക്ഷ നൽകിയെങ്കിലും മറ്റൊരു ബസ് ഉടമയുടെ സ്വാധീനത്തിന് വഴങ്ങി അത് അവഗണിച്ചെന്നാണ് മോഹനൻ പറയുന്നത്. 2010 എൻ്റെ ഒരു ടൈം 2 വണ്ടിക്ക് എടുത്തിട്ടു. നിമ്മിമോൾ ബസ്സിൻ്റെ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട് അത് 1 മാസത്തിനുള്ളിൽ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. ഇവർ തെറ്റാണെന്ന് കേസുണ്ടെന്ന് പറഞ്ഞ് ഇവർ പറഞ്ഞപ്പോൾ ഞാൻ ആ കേസ് പിൻവലിച്ചു. ഇപ്പോഴും അവർ മാറ്റി തന്നിട്ടില്ല. അപ്പം ഞാൻ നിരന്തരമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം മുന്നിൽ ഒബ്ജക്ഷൻ ഉണ്ടായിരുന്നത് രാമൻ എന്നുള്ള വ്യക്തിയാണ്. അയാൾക്ക് തൃപ്രയാർന്ന് വണ്ടി ഇല്ല, സർവീസേ ഇല്ല. ഇത് നിലനിൽക്കുന്നതല്ല ഇയാളെ ഒബ്ജക്ഷൻ. അതിനു വേണ്ടിയിട്ട് എൻ്റെ തടഞ്ഞു വെച്ചതാണ്. അതേസമയം 13 വർഷം മുൻപ് സമയം നിശ്ചയിച്ചു നൽകിയതിലെ പിഴവാണിതെന്നും സമയക്രമത്തിലെ പിഴവ് പരിശോധിച്ച് നടപടിയെടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകുക മാത്രമാണ് ഉണ്ടായതെന്നും റീജിയണൽ ട്രാൻസ്പോർട്ട് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി പലതവണ ബസ് ഉടമകളുടെ യോഗം വിളിച്ചു ചേർത്തുവെങ്കിലും യോഗത്തിൽ 9:55 വരെയാക്കാൻ മറ്റ് ബസ് ഉടമകൾ സമ്മതിച്ചെങ്കിലും മോഹനൻ 10 മണിയാക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചുനിന്നതാണ് പ്രശ്നപരിഹാരം നീണ്ടുപോകാൻ ഇടയാക്കിയതെന്നും 10 മണിക്ക് തന്നെയാണ് ബസ് സർവീസ് നടത്തുന്നതെന്നുമാണ് അധികൃതരുടെ വിശദീകരണം.
TCV ന്യൂസ്, തൃശൂർ. ഗുരുവായൂർ ആനത്താവളത്തിൽ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ഡിജിറ്റലൈസേഷൻ പദ്ധതി തയ്യാറായി. 24 മണിക്കൂറും ആനകളെ നിരീക്ഷിക്കുന്നതിന് CCTV ക്യാമറ സ്ഥാപിക്കുന്നതിനും അവശ്യഘട്ടത്തിൽ അപായ സന്ദേശം നൽകുന്നതിനുള്ള പൊതുജന അഡ്രസ് സംവിധാനമടങ്ങുന്ന സമഗ്ര പദ്ധതി രേഖ അനുമതിക്കായി സർക്കാരിന് സമർപ്പിച്ചു. ആനത്താവളത്തിലെ വിവിധ സ്ഥലങ്ങൾ, നടപ്പാതകൾ, ആനത്തറികൾ എന്നിവിടങ്ങളിലെല്ലാം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കും. ഇതിനു മുന്നോടിയായി CCTV ക്യാമറകൾ രാവും പകലും സ്ഥാപിച്ച് ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. പദ്ധതിക്കായി 350 ക്യാമറകൾ വേണ്ടിവരും. തൃക്കൂർ പഞ്ചായത്തിലെ പാലക്കപ്പറമ്പിൽ പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് കെട്ടിടം പണിയുന്നതെന്ന് ആരോപിച്ച് പഞ്ചായത്ത് പ്രതിപക്ഷാംഗങ്ങളും ഇടത് നേതാക്കളും ചേർന്ന് കെട്ടിട നിർമ്മാണം തടഞ്ഞു. പുറമ്പോക്ക് ഭൂമി കയ്യേറിയാണ് കെട്ടിടം നിർമ്മിക്കുന്നതെന്ന് കാട്ടി പ്രതിപക്ഷാംഗങ്ങൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയിരുന്നുവെന്നും തുടർന്ന് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നതായും ഇടത് നേതാക്കൾ പറയുന്നു. വീണ്ടും 3 കെട്ടിടങ്ങളാണ് ഇവിടെ പണിയുന്നത്. പഞ്ചായത്തിന്റെ തൊട്ടു മുൻപിൽ നടക്കുന്ന നിർമ്മാണം ഭരണകക്ഷി അംഗങ്ങളുടെ മൗനാനുവാദത്തോടെയാണെന്നാണ് CPM ആരോപണം. കപിൽ രാജ്, KS റോസൽ രാജ്, TM രാജേഷ്, വൈശാഖ് എന്നിവർ നേതൃത്വം നൽകി. വടക്കുംനാഥ ക്ഷേത്രത്തിൽ വഴിപാട് കൗണ്ടർ കമ്പ്യൂട്ടർ ബില്ലിംഗ് സംവിധാനം നിലവിൽ വന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ കമ്പ്യൂട്ടർവൽക്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണിത്. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ബോർഡ് അംഗം MB മുരളീധരൻ അധ്യക്ഷനായിരുന്നു. ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, ബോർഡ് സെക്രട്ടറി P ബിന്ദു, സ്പെഷ്യൽ കമ്മീഷണർ അനിൽകുമാർ, ഫിനാൻസ് ഓഫീസർ വിമല എന്നിവർ പങ്കെടുത്തു. പാലിയേറ്റീവ് സൊസൈറ്റിയിലെ രോഗികൾക്കായി തൃശൂരിൽ സ്നേഹസാന്ത്വന സംഗീത സംഗമം സംഘടിപ്പിച്ചു. ജില്ലാ കളക്ടർ VR കൃഷ്ണതേജ ഉദ്ഘാടനം ചെയ്തു. പ്രൊഫസർ ഈനാശു അധ്യക്ഷനായിരുന്നു. പരിമിതികൾക്കിടയിലും കായികരംഗത്ത് വിവിധ ബഹുമതികൾ നേടിയ ഷിമിൻ, കർഷകശ്രീ അവാർഡിന് അർഹനായ രാജൻ എന്നിവരെ അനുമോദിച്ചു. തൃശൂർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സാന്ത്വന പരിചരണ കേന്ദ്രത്തിന്റെയും ഹാർമണി സ്കൂൾ ഓഫ് മ്യൂസിക്കിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സെക്രട്ടറി PV മോഹനൻ, ജോയിന്റ് സെക്രട്ടറി ഐഷ P നായർ എന്നിവർ നേതൃത്വം നൽകി. നടൻ സുദേവ് നായരും മോഡൽ അമർദീപ് കൗറും വിവാഹിതരായി. ഗുരുവായൂരിൽ നടന്ന വിവാഹ ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത്. മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള സുദേവ് നായർ മൈ ലൈഫ് പാർട്ട്ണർ, അനാർക്കലി, എസ്ര, കായംകുളം കൊച്ചുണ്ണി, മാമാങ്കം, 1, ഭീഷ്മപർവം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ വേഷമിട്ടിട്ടുണ്ട്. പാലക്കാട് സ്വദേശികളായ വിജയകുമാറിന്റെയും സുഭദ്രയുടെയും മകനായ സുദേവ് നായർ മുംബൈയിലാണ് ജനിച്ചു വളർന്നത്. ചാലക്കുടി VR പുരം തച്ചുടപ്പറമ്പിൽ കുടുംബ വഴക്കിനെ തുടർന്ന് മരുമകൻ ഭാര്യ വീടിന് തീവച്ചു. റിട്ടയേർഡ് മിലിറ്ററി ഉദ്യോഗസ്ഥൻ പ്രണവിൽ ബാലകൃഷ്ണന്റെ വീടിനാണ് മരുമകൻ ലിജോ പോൾ തീയിട്ടത്. കന്നാസിൽ കൊണ്ടുവന്ന പെട്രോൾ മുറികളിൽ ഒഴിച്ച് തീയിടുകയായിരുന്നു. 2 മുറികളിലെ വസ്തുക്കൾ പൂർണ്ണമായും കത്തി നശിച്ചു. അഗ്നിശമന സേന എത്തിയാണ് തീയണച്ചത്. 2 മക്കളുള്ള ലിയോ പോൾ ഭാര്യയുമായി അകന്നു കഴിയുകയാണ്. സംഭവത്തിന് ശേഷം ഇയാൾ ഓടി രക്ഷപ്പെട്ടു. ചാലക്കുടി പോലീസ് കേസെടുത്തു. CPM ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ CPM മുൻ ജില്ലാ സെക്രട്ടറിയായിരുന്ന PR രാജൻ അനുസ്മരണം സംഘടിപ്പിച്ചു. അഴീക്കോടൻ സ്മാരക ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി MO വർഗീസ് അധ്യക്ഷനായിരുന്നു. CPM നേതാക്കളായ AC മൊയ്തീൻ, UP ജോസഫ്, MK കണ്ണൻ, PK ഡേവിസ്, സേവർ ചിറ്റിലപ്പള്ളി തുടങ്ങിയവർ അനുസ്മരിച്ചു. വൃക്കരോഗം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുന്ന തോട്ടം തൊഴിലാളിയായ യുവാവ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സുമനസുകളുടെ സഹായം തേടുന്നു. മറ്റത്തൂർ പഞ്ചായത്തിലെ മുരുക്കുങ്ങൽ പുത്തനോളി കുരുക്കൾ വീട്ടിൽ 35 വയസ്സുള്ള KK ഷിഹാബാണ് ചികിത്സാ സഹായം തേടുന്നത്. അമ്മയും ഭാര്യയും 4ലും 6ലും പഠിക്കുന്ന 2 ചെറിയ മക്കളും അടങ്ങുന്ന കുടുംബത്തിന് താങ്ങാവുന്നതിൽ അപ്പുറമാണ് ചികിത്സാ ചിലവ്. 20 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി മറ്റത്തൂർ പഞ്ചായത്തിലെ 4ാം വാർഡ് മെമ്പർ ഗീത ജയൻ ചെയർപേഴ്സണായി ഷിഹാബ് ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മറ്റത്തൂർ പഞ്ചായത്തിലെ 4ാം വാർഡിൽ കുരുക്കൽ കുഞ്ഞൻ മകൻ ഷിഹാബ് 2 വൃക്കകളും തകരാറിലായി ബുദ്ധിമുട്ടുകയാണ്. അദ്ദേഹത്തിന് 2 കിഡ്നികളും മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശസ്ത്രക്രിയയ്ക്ക് ഏകദേശം 20 ലക്ഷം രൂപ ചിലവ് വരും എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഷിഹാബ് എന്ന ചെറുപ്പക്കാരനെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നാം ഓരോരുത്തർക്കും കൈകോർക്കാം. ഉദാരമതികൾക്ക് ഫെഡറൽ ബാങ്കിന്റെ കോടാലി ശാഖയിൽ 170100094896 എന്ന അക്കൗണ്ട് നമ്പറിൽ സഹായങ്ങൾ അയക്കാവുന്നതാണ്.
വാണിജ്യം. തൃപ്രയാർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ബി ട്രസ്റ്റ് ഫൈനാൻസിന്റെ പുതിയ ശാഖ കാഞ്ഞാണിയിൽ പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞാണി ജംഗ്ഷന് സമീപം പള്ളിക്കുന്നത്ത് ടവർ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ച വി ട്രസ്റ്റ് ഫൈനാൻസിന്റെ ഉദ്ഘാടനം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ, വാർഡ് അംഗം കൃഷ്ണേന്ദു ഷിജിത്ത്, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് MP ജീസ്, വി ട്രസ്റ്റ് ജനറൽ മാനേജർ CU ഷിജിൻ, ബന്ധുമിത്രാദികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. കുറഞ്ഞ പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ഏറ്റവും കൂടിയ മൂല്യത്തോടെ ലഭ്യമാകുമെന്ന ബ്രാഞ്ച് മാനേജർ TG ലിജി, ഡയറക്ടർ KV ശ്രീദേവി എന്നിവർ അറിയിച്ചു. കസ്റ്റമേഴ്സിന് ഏറ്റവും ഗ്രാം റേറ്റിൽ ഏറ്റവും കൂടുതൽ റേറ്റാണ് നമ്മൾ വി ട്രസ്റ്റ് മുഖാന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള ധനകാര്യ സ്ഥാപനങ്ങളേക്കാൾ ഒരുപടി കൂടുതൽ മൂല്യം കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ വിജയത്തിൻ്റെ ലക്ഷ്യം. അത് ഇനിയും തുടർന്ന് പോകും. കസ്റ്റമേഴ്സിൻ്റെ താല്പര്യമാണ് നമ്മുടെ സന്തോഷം. പ്രധാന വാർത്തകൾ വീണ്ടും. ജില്ലയിൽ താപനില ഉയരുന്നു. തൃശൂർ ഉൾപ്പെടെ 6 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പ്. താപനില ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഇത്തവണ കുടിവെള്ളക്ഷാമം രൂക്ഷമായേക്കും. ഗുരുവായൂർ റെയിൽവേ മേൽപ്പാലത്തിന്റെ അവശേഷിക്കുന്ന പ്രവൃത്തികൾ ഇനിയും പൂർത്തിയാക്കാനായില്ല. ഫെബ്രുവരി 20-നകം പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനം പാഴ്വാക്കായി. ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കമ്പനി ഉടമ KD പ്രതാപൻ EDക്ക് മുന്നിൽ ഹാജരായി. മണി ചെയിൻ തട്ടിപ്പിലൂടെ 1500 കോടിയിൽ പരം രൂപ തട്ടിയെടുത്തു എന്ന കേസിലാണ് ഹാജരായി. സർക്കാർ 2.5 വർഷം കൊണ്ട് 1.5 ലക്ഷം പട്ടയങ്ങൾ നൽകിയതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ. അർഹതപ്പെട്ടവരെ അവഗണിച്ച് നടത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ പട്ടയമേളകൾ പ്രഹസനമാണെന്ന് വെൽഫെയർ പാർട്ടി. ഓൺലൈനിൽ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിൽ ജാഗ്രത പുലർത്തണമെന്ന മുന്നറിയിപ്പുമായി പോലീസ്. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഡിവൈസുകളിലെ വിവരങ്ങൾ തട്ടിപ്പുകാർക്ക് ലഭ്യമായേക്കുമെന്ന മുന്നറിയിപ്പ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.